ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓട്ടോമൊബൈൽ ട്രാൻസ്മിഷൻ 4th മൊഡ്യൂള് പാർട്ട് 1 ആണ്. അപ്പോൾ 4th മൊഡ്യൂളിൽ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് വീൽ ആൻഡ് ടയറുകളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇതിന് മുന്നത്തെ 3 മൊഡ്യൂളുകളിൽ കഴിഞ്ഞ 3 മൊഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഓട്ടോമൊബൈൽ ട്രാൻസ്മിഷൻ സിസ്റ്റത്തിലെ ഡിഫറെൻറ്റ് കമ്പോണൻസിനെ കുറിച്ചാണ്. വാഹനത്തിൻ്റെ എൻജിനിൽ നിന്ന് പവർ വീൽസിലേക്ക് എത്തിക്കുന്ന ഓരോ കമ്പോണൻറ്റും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ക്ലച്ച്, ഗിയർ ബോക്സ്, ഇനി 4 വീൽ ഡ്രൈവ് വെഹിക്കിളിലാണെങ്കിൽ ട്രാൻസ്ഫർ ബോക്സുകൾ, നെക്സ്റ്റ് പ്രൊപ്പല്ലർ ഷാഫ്റ്റ്, യൂണിവേഴ്സൽ ജോയിൻറ്റ്സ്, ഡിഫറൻഷ്യൽ, ഹാഫ് ആക്സിൽസ്, ആക്സിൽ കേസിംഗ് അടക്കം നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് വീൽ ആൻഡ് ടയറുകളെ കുറിച്ചാണ് ഈ ഒരു ലാസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള, നിങ്ങൾക്കറിയാവുന്ന കുറേ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു മൊഡ്യൂളാണ് വീൽ ആൻഡ് ടയറിനെ കുറിച്ച് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിസ്കവറി, ഒരു ഇൻവെൻഷൻ തന്നെയാണ് വീൽ എന്ന് പറയുന്നത്. വീൽ എന്ന് പറഞ്ഞാൽ ഒരു വളരെ ഹൈലി ഇന്നോവേറ്റീവായിട്ട്, ഇപ്പം നമുക്ക് വളരെ സിമ്പിളായിട്ട് തോന്നുന്നുണ്ടെങ്കിലും ഹൈലി ഇന്നോവേറ്റീവായിട്ടുള്ളൊരു ഇൻവെൻഷൻ, കണ്ടുപിടുത്തം തന്നെയായിരുന്നു വീൽ ആൻഡ് ടയർ, അല്ലെങ്കിൽ വീൽ എന്ന് പറഞ്ഞ ഒരു സംഭവത്തെക്കുറിച്ചുള്ള കണ്ടുപിടുത്തം എന്ന് പറയുന്നത്. ആദ്യകാലത്ത് കാളവണ്ടികൾ, അതുപോലെ തന്നെ കുതിരവണ്ടികൾ, അതുപോലത്തെ വാഹനങ്ങളൊക്കെയാണ് യൂസ് ചെയ്തിരുന്നത് അല്ലേ. അപ്പോൾ ആ വാഹനത്തിന് ആണെങ്കിലും വീൽ എന്ന് പറഞ്ഞത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെ ഒരു റൗണ്ട് സ്ട്രക്ചറിൽ ഒരു വീല് അത് ഇൻവെൻറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ വളരെ അത് ഇൻവെൻറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മുടെ ഭൂമി ഇത്രയും ചുരുങ്ങിയത്, അല്ലെങ്കിൽ നമുക്ക് ഡിസ്റ്റൻസ് ഷോർട്ടായിട്ട് നമുക്ക് അനുഭവപ്പെടും. നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് കൂടുതൽ സ്ഥലത്തേക്ക് യാത്ര ചെയ്യാനും അതുപോലെ ആ ഒരു സംഭവങ്ങളൊക്കെ നമുക്ക് വളരെ നമ്മുടെ ട്രാൻസ്പോർട്ടേഷനും ഗുഡ്സ് കാരേജും മനുഷ്യൻ്റെ തന്നെ സിവിലൈസേഷനിൽ വളരെ ചേഞ്ച് വരുത്തിയ ഒരു കണ്ടുപിടുത്തം തന്നെയായിരുന്നു വീൽ. ഇപ്പോൾ ഒരു വാഹനത്തിന് വീൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഒഴിച്ചുകൂടാനാവാത്തതും വളരെ സിമ്പിളായിട്ടുള്ളതാണെങ്കിൽ പോലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കമ്പോണൻ്റ് തന്നെയാണ് വീൽ ആൻഡ് ടയർ എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ വീൽ എന്ന് വിളിക്കാറ് ആ ഒരു വീൽ പ്ലസ് ടയറിനെയും കൂടെയാണ് പലപ്പോഴും വിളിക്കാറുണ്ട്. ശരിക്കും വീൽ പ്ലസ് ടയറാണ്, വീൽ ആൻഡ് ടയറാണ് നമ്മൾ വാഹനങ്ങളിൽ യൂസ് ചെയ്യുന്നത്. ആ ടയറും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നത് എന്തിനാണെന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഒരു വാഹനത്തിൽ വീൽ ആൻഡ് ടയറിൻ്റെ റിക്വയർമെൻറ്റ്സ് എങ്ങനെയൊക്കെ ആയിരിക്കണം നമ്മൾ വാഹനത്തിൽ യൂസ് ചെയ്യുന്ന വീൽ ആൻഡ് ടയർ. ആ ഒരു വീൽ ആൻഡ് ടയറിനെ കുറിച്ച് ഇപ്പോഴും ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്ഫെറിക്കലായിട്ടുള്ള വീൽ ആൻഡ് ടയറൊക്കെ പല ഇലക്ട്രോ മാഗ്നറ്റിക് ആയിട്ട് മൂവ് ചെയ്യുന്ന ടൈപ്പ് വീൽ ആൻഡ് ടയറുകൾ, അങ്ങനെ ഒരുപാട് ഇന്നോവേറ്റീവ് ആയിട്ടുള്ളത് ഇപ്പോഴും കണ്ടുപിടിക്കാൻ വേണ്ടി റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫീൽഡാണ് വീൽ ആൻഡ് ടയറിൻ്റെ കേസിൽ. പഴയ കാലത്തൊക്കെ നമ്മൾ വാഹനങ്ങളിലൊക്കെ കണ്ടിരുന്നത് വയർ സ്പോക്കഡ് വീലാണ് അല്ലേ. നിങ്ങൾ വീടുകളിലേക്ക് യൂസ് ചെയ്യുന്ന ബൈക്കുകളാണെങ്കിലും കാറുകളാണെങ്കിലും, പഴയ കാറുകൾ നിങ്ങൾ കാണുമ്പോൾ മുതലേ ഡിസ്ക് വീലുകളാണ് യൂസ് ചെയ്തിരുന്നെങ്കിലും ബൈക്കുകളിലൊക്കെ കോമൺ ആയിട്ട് നമ്മൾ അന്ന് പണ്ട് മുതലേ കണ്ടിരുന്നത് വയർ സ്പോക്കഡ് വീൽ, ഇല്ലീഗലുള്ള വീലുകളാണ്. സൈക്കിളിൻ്റെ ഒക്കെ വീല് പോലെ തന്നെ ആ വയർ സ്പോക്കഡ് വീലാണ് ആദ്യം കണ്ടെത്തിയത്. പിന്നെ ആ വയർ സ്പോക്കഡ് വീലിൽ നിന്ന് നമ്മൾ ഡിസ്ക് വീലുകൾ വഴിമാറി തുടങ്ങി. കാറുകളിലൊക്കെ ഡിസ്ക് വീലായി.
പിന്നെ ഇപ്പോൾ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നതാണ് അലോയ് വീൽസ്. എല്ലാവരും ഇപ്പോൾ അലോയ് വീൽസിൻ്റെ ഒരു കാലഘട്ടമാണ് ഇപ്പോൾ ബൈക്കുകളാണെങ്കിലും കാറുകളാണെങ്കിലും ഏത് ഹെവി വെഹിക്കിൾസിന് വരെ അലോയ് വീൽസ് ഇടാനുള്ള മത്സരമാണ് അല്ലേ. അതിൻ്റേതായ ഒരുപാട് മെറിറ്റ്സും ഒരുപാട് അഡ്വാൻറ്റേജസും ഒക്കെ അതിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ ഇതിലൊക്കെ റിസർച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു വാഹനത്തിൻ്റെ വീൽ ആൻഡ് ടയർ, അതിൻ്റെ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ആൾ, ഇറ്റ് മസ്റ്റ് ബി സ്ട്രോങ് ഇനഫ് ടു പെർഫോം ടേക്ക് വെഹിക്കിൾ ലോഡ്, പ്രൊവൈഡ് എ കുഷനിങ് എഫക്റ്റ് ആൻഡ് കോപ്പ് വിത്ത് സ്റ്റിയറിംഗ് കൺട്രോൾ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു വാഹനത്തിൻ്റെ വീൽ എന്ന് പറയുന്നത് സ്ട്രോങ് ഇനഫ് ആയിരിക്കണം ടു ടേക്ക് ദ വെഹിക്കിൾ ലോഡ്. വാഹനത്തിൻ്റെ മൊത്തം ലോഡും എടുക്കാൻ സ്ട്രോങ് ഇനഫ് ആയിരിക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വലിയ സാധനം കൊണ്ട് വെക്കാൻ പറ്റുമോ? ഇല്ല. കാരണം ഈ ഒരു വാഹനത്തിന് ഈ വീലിനെ ഈ ഒരു വാഹനത്തിൻ്റെ എൻജിന് ഈ വീലിനെയും കൂടി ചലിപ്പിക്കാൻ ആവശ്യമായ അതിൻ്റെ വെയിറ്റും കൂടെ അത് ചലിപ്പിച്ച് അതിനനുസരിച്ചാണ് വാഹനം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ആ വീലിൻ്റെ ടയറിൻ്റെയും റോഡ് ഫ്രിക്ഷനും കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ടാണ് ആ വാഹനത്തിൻ്റെ മൈലേജ് കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നത്. അതുമാത്രമല്ല, വാഹനം എത്ര എഫക്റ്റീവായിട്ട് എത്ര എൻജിന് കരുത്തുണ്ടായിട്ടും കാര്യമില്ല, വീല് വളരെ വീതിയില്ലാത്ത ചെറിയ തിന്നായിട്ടുള്ള വീൽ ആൻഡ് ടയറോ, അല്ലെങ്കിൽ നമ്മൾ വളരെ വീതി കൂടിയത്, നമ്മൾ ചെറിയൊരു വാഹനത്തിന് വലിയ വീതി കൂടിയ ടയർ ഇട്ട് കഴിഞ്ഞാലൊക്കെ നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് ആ വാഹനം ഓടിക്കാൻ കഴിയില്ല. അതുപോലെ വലിയ ടയറോ അല്ലെങ്കിൽ മറ്റ് ചെറിയ ടയറൊക്കെ യൂസ് ചെയ്യാൻ ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ അതിലൊക്കെ വളരെ കറക്റ്റ് ഡിസൈൻ ആയിരിക്കണം ആ ഒരു വാഹനത്തിനനുസരിച്ച്. അപ്പോൾ പറഞ്ഞത്, ഈ ഒരു വീൽ ആൻഡ് ടയറിന് വാഹനത്തിൻ്റെ മൊത്തം ലോഡ് എടുക്കാനുള്ള സ്ട്രെങ്ത് ഉണ്ടായിരിക്കണം. അതുപോലെ പ്രൊവൈഡ് എ കുഷനിങ് എഫക്റ്റ്. കുഷനിങ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ റോഡിൽ നിന്നുള്ള ഷോക്കുകൾ പരമാവധി വാഹനത്തിലെ അതർ കമ്പോണൻസ്, എൻജിൻ കമ്പോണൻസിലേക്കും പാസഞ്ചേഴ്സിലേക്കും എത്താതെ ഒരു പരിധി വരെ സൂക്ഷിക്കാൻ ഈ വീൽ പ്ലസ് ടയർ കോമ്പിനേഷൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതും സാധിക്കണം. അപ്പോൾ പരമാവധി കുഷനിങ് എഫക്റ്റ് പ്രൊവൈഡ് ചെയ്യണം. നെക്സ്റ്റ്, ആൻഡ് കോപ്പ് വിത്ത് സ്റ്റിയറിംഗ് കൺട്രോൾ. എന്നാൽ ഇങ്ങനെയൊക്കെ ഉണ്ടായാലും സ്റ്റിയറിംഗ് ചെയ്യുന്നത് നമ്മൾ വീലിനെയാണ് നമ്മൾ ഒരു ഡിഫറെൻറ്റ് ഡയറക്ഷൻസിലേക്ക് ടേൺ ചെയ്യുന്നത്. അതിന് സാധിക്കുന്ന രീതിയിലുള്ള ടയറും ആയിരിക്കണം. അതുപോലെ തന്നെ വാഹനത്തിൻ്റെ സ്റ്റെബിലിറ്റി, അതും റോഡ് ഫ്രിക്ഷൻ, റോഡ് ട്രാക്ഷൻ കാര്യങ്ങളൊക്കെ വീൽ ആൻഡ് ടയറുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് റിക്വയർമെൻ്റ് എന്താണ്? ഇപ്പോൾ ഫസ്റ്റ് റിക്വയർമെൻറ്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഷുഡ് ബി സ്ട്രോങ് ഇനഫ് ടു പെർഫോം വെഹിക്കിൾ ലോഡ്, പ്രൊവൈഡ് കുഷനിങ് എഫക്റ്റ് ആൻഡ് കോപ്പ് വിത്ത് സ്റ്റിയറിംഗ് കൺട്രോൾ. നെക്സ്റ്റ്, ഇറ്റ് ഷുഡ് ബി ബാലൻസ്ഡ് ബോത്ത് സ്റ്റാറ്റിക്കലി ആൻഡ് ഡൈനാമിക്കലി. ഈ ഒരു വീല് സ്റ്റാറ്റിക്കലായിട്ടും ഡൈനാമിക്കലാണ്, റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണെങ്കിലും റെസ്റ്റിലായിട്ടുള്ള സമയത്താണെങ്കിലും ബാലൻസ്ഡ് ആയിരിക്കണം. വീൽ തന്നെ ബാലൻസ്ഡ് അല്ലെങ്കിൽ ആ വാഹനത്തിൽ യാത്ര ചെയ്യാൻ യാതൊരു സുഖം ഉണ്ടാവില്ല. എപ്പോഴും വീലിൻ്റെ എല്ലാ സ്ഥലത്തും ഒരുപോലെ വെയിറ്റ് ആയിരിക്കണം. ചെറിയ വെയിറ്റ് ഡിഫറൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ ആ വാഹനത്തിൻ്റെ റൈഡിങ് സ്മൂത്ത് ആവില്ല, റഫായിട്ട് മാറും. വാഹനത്തിന് വീലിൽ എവിടെയെങ്കിലും ഒരു ഭാഗം കോടിയിട്ടോ അല്ലെങ്കിൽ ഭാഗത്ത് ഇൻറ്റേർണൽ സ്ട്രെസ്സസ് ഒക്കെ ഉണ്ടായിട്ട് വെയിറ്റ് കുറേ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ആ വീൽ ബൗൺസ് ചെയ്യാൻ തുടങ്ങും, വീലിങ്ങനെ എടുത്ത് ചാടാൻ തുടങ്ങും. അതുപോലെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്തും വീലിൽ ഒരുപോലെ വെയിറ്റ് അല്ലെങ്കിൽ ആ വീല് ഇറഗുലറായിട്ട് റൊട്ടേറ്റ് ചെയ്യും. സ്മൂത്തായിട്ട് റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ വീല് ഡൈനാമിക്കലി അതുപോലെ തന്നെ സ്റ്റാറ്റിക്കലിയും ബാലൻസ്ഡ് ആയിരിക്കും. റെസ്റ്റിലായിരിക്കുമ്പോഴും, സ്റ്റാറ്റിക്കിൽ എന്ന് പറഞ്ഞാൽ റെസ്റ്റിലായിരിക്കുമ്പോഴും, അതുപോലെ തന്നെ ഡൈനാമിക്കിൽ എന്ന് പറഞ്ഞാൽ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്തും അതിൻ്റെ 4 പ്ലെയിനുകളിലും ബാലൻസ്ഡ് ആയിരിക്കണം.
അതിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും വെയിറ്റ് സെൻട്രൽ ഭാഗത്തേക്ക് കറക്റ്റായിട്ട് ആക്ട് ചെയ്യണം. എന്നാലേ സ്മൂത്തായിട്ട് ആ വീല് റൊട്ടേറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഇന്ന് നമുക്ക് കോമൺ ആയിട്ട് പരിചയമുള്ള ഒന്നാണ്, നമ്മൾ വീൽ ബാലൻസ് ചെയ്യാറുണ്ട്. ഒരു വാഹനത്തിൻ്റെ വീല് മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത്, കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് അത് ബാലൻസ്ഡ് ആയിട്ടാണ് ആ ഒരു വീൽ മാനുഫാക്ചർ അല്ലെങ്കിൽ ടയർ മാനുഫാക്ചറിങ് കമ്പനി അത് ഉണ്ടാക്കുന്നത്. പക്ഷേ ഇൻ കേസ് വാഹനം കുറേ ഓടിക്കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ റോഡിൻ്റെ കണ്ടീഷൻസ് അനുസരിച്ച് എന്താണ് വീല് ഇൻറ്റേർണൽ സ്ട്രെസ്സസൊക്കെ അനുഭവപ്പെട്ടിട്ട് വീലിൻ്റെ ബാലൻസൊക്കെ തെറ്റാറുണ്ട്. അപ്പോൾ അതിനാണ് നമ്മൾ വീൽ അലൈൻമെൻറ്റ് ചെയ്യുന്നതിലൂടെ വീൽ ബാലൻസിങ് കൂടെ എന്ത് ചെയ്യും, വ്യത്യസ്ത വീൽ ബാലൻസിങ് ഷോപ്പുകളിൽ പോയിട്ട് തന്നെ നമ്മൾ വീല് അതിൻ്റെ ബാലൻസ് ഡൈനാമിക്കൽ ബാലൻസിങ് മെഷീൻ ഉപയോഗിച്ചിട്ട് ചെക്ക് ചെയ്തിട്ട് വീൽ ബാലൻസിങ് ലെഡ് വെയിറ്റ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മളത് ബാലൻസ് ചെയ്യും. ഇനി നെക്സ്റ്റ് റിക്വയർമെൻറ്റ് എന്താണെന്ന് നോക്കാം. ഇറ്റ് ഷുഡ് ബി ലൈറ്റസ്റ്റ് പോസിബിൾ സോ ദാറ്റ് അൺസ്പ്രങ് വെയിറ്റ് ഈസ് ലീസ്റ്റ്. എന്താണ് അൺസ്പ്രങ് വെയിറ്റ്? അൺസ്പ്രങ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ, സ്പ്രങ് വെയിറ്റ് എന്താണെന്ന് പറഞ്ഞാൽ അൺസ്പ്രങ് വെയിറ്റ് എന്താണെന്ന് വളരെ സിമ്പിളായിട്ട് മനസ്സിലാവും. നമ്മുടെ വാഹനത്തിൻ്റെ സസ്പെൻഷൻ സിസ്റ്റം എന്താ, നമ്മൾ ഡയറക്റ്റ് നമ്മുടെ വാഹനത്തിൻ്റെ ബോഡി, എൻജിൻ പാർട്സുകൾ, ഷാസി ഡയറക്റ്റ് വീൽസിലേക്ക് കണക്റ്റഡ് ആവില്ല. അതിൻ്റെ ഇടയിലായിട്ട് ഈ ചേസിസ് ഫ്രെയിമിൻ്റെയും വീലിൻ്റെയും ഇടയിലായിട്ട് അല്ലെങ്കിൽ ആക്സിലിൻ്റെയും ഇടയിലായിട്ട് സസ്പെൻഷൻ സിസ്റ്റം കമ്പോണൻസ് ഉണ്ടാവും. എന്താണ് സസ്പെൻഷൻ സിസ്റ്റം? ഈ വാഹനത്തിൻ്റെ ഷോക്കുകളെ അബ്സോർബ് ചെയ്യാനുള്ള സിസ്റ്റമാണ് സസ്പെൻഷൻ സിസ്റ്റം. അത് ലീഫ് സ്പ്രിങ് ആവാം, കോയിൽ സ്പ്രിങ്ങുകളാവാം, ഷോക്ക് അബ്സോർബേഴ്സ് ആവാം. ഇതൊക്കെയാണ് സസ്പെൻഷൻ സിസ്റ്റം കമ്പോണൻസ്. ഈ ഒരു സസ്പെൻഷൻ സിസ്റ്റം താങ്ങുന്ന ബാക്കി അതിന് മുകളിലുള്ള എല്ലാ വെയിറ്റുകളെയും നമ്മൾ സ്പ്രങ് വെയിറ്റ് എന്ന് പറയും. സ്പ്രങ് വെയിറ്റ് സസ്പെൻഷൻ സിസ്റ്റം താങ്ങി നിർത്തുന്ന വീൽസിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ആ ഒരു ലോഡ്, അഥവാ നമ്മുടെ ഷാസി മുതൽ വണ്ടിൻ്റെ എല്ലാ കമ്പോണൻസും, എൻജിൻ കമ്പോണൻസും അടങ്ങിയിട്ടുള്ള ബാക്കി എല്ലാ ഈ സസ്പെൻഷൻ സിസ്റ്റം കമ്പോണൻസും ആക്സിലുകളും വീലുകളും, ആ സസ്പെൻഷൻ സിസ്റ്റത്തിൻ്റെ കഴിഞ്ഞിട്ട് വരുന്ന അതിൽ നിന്ന് വെയിറ്റ് പിന്നെ വീൽസും ആക്സിൽസും, ഇനി ഡിഫറൻഷ്യലുള്ള പോർഷൻ, ഹെവി വെഹിക്കിൾസിലൊക്കെ ഡിഫറൻഷ്യലുള്ള പോർഷനൊക്കെ അതൊക്കെ അടങ്ങിയിട്ടുള്ള ഭാഗം അൺസ്പ്രിങ് വെയിറ്റ് വരും. അഥവാ ഈ സസ്പെൻഷൻ സിസ്റ്റം, വീല്, ആക്സിൽ ഇതൊക്കെ വരുന്നതാണ് അൺസ്പ്രിങ് വെയിറ്റ്. സ്പ്രങ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഈ സസ്പെൻഷൻ സിസ്റ്റം താങ്ങി നിൽക്കുന്ന ബാക്കി എല്ലാ വെയിറ്റുകളും സ്പ്രങ് വെയിറ്റ് എന്ന്. അപ്പോൾ ഈ അൺസ്പ്രങ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ അപ്പോൾ മനസ്സിലായോ, നമ്മൾ ആക്സിൽസ്, വീല്, അതുപോലെ സസ്പെൻഷൻ സിസ്റ്റം കമ്പോണൻസ് അടങ്ങിയിട്ടുള്ളത്. നമ്മൾ ഈ സസ്പെൻഷൻ സിസ്റ്റമാണ് ബാക്കിയുള്ള വെയിറ്റുകൾ താങ്ങി നിർത്തുന്നത്. അപ്പോൾ ഈ സസ്പെൻഷൻ സിസ്റ്റവും അതുപോലെ തന്നെ അവിടുന്ന് അങ്ങോട്ട് വരുന്ന ആക്സിലുകൾ, വീലുകൾ, ഈ അടങ്ങിയിട്ടുള്ള ഈ ഒരു ഭാഗത്തെയാണ് നമ്മൾ അൺസ്പ്രങ് വെയിറ്റ്, ഇതിൻ്റെ വെയിറ്റിനെയാണ് നമ്മൾ അൺസ്പ്രങ് വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അൺസ്പ്രങ് വെയിറ്റ് മിനിമം ആയിരിക്കണം, ലീസ്റ്റ് ആയിരിക്കണം, എന്നാലാണ് ആ വാഹനത്തിന് പരമാവധി സ്റ്റെബിലിറ്റി ഉണ്ടാവുക. സ്പ്രങ് വെയിറ്റ് മാക്സിമം ആവും നല്ലതാണ്. വാഹനത്തിൻ്റെ വെയിറ്റ് കൂടുന്നിടത്തോളം സ്റ്റെബിലിറ്റി കൂടുമെന്ന് പറയുന്നത് അത് സ്പ്രങ് വെയിറ്റ് ആണ്, അൺസ്പ്രങ് വെയിറ്റ് അല്ല. സ്പ്രങ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ ബാക്കി നമ്മൾ വണ്ടിൻ്റെ മൊത്തം വെയിറ്റും സ്പ്രങ് വെയിറ്റ് വരും. ഈ സസ്പെൻഷൻ സിസ്റ്റം താങ്ങി നിർത്തുന്ന എല്ലാ വെയിറ്റിനെയും നമ്മൾ സ്പ്രങ് വെയിറ്റ് എന്ന് പറയും. അപ്പോൾ ആ സസ്പെൻഷൻ സിസ്റ്റത്തിൻ്റെ കോമ്പണൻസും ആക്സിലും വീലും അടങ്ങിയിട്ടുള്ള ഭാഗമാണ് അൺസ്പ്രങ്, അതിൻ്റെ വെയിറ്റാണ് അൺസ്പ്രങ് വെയിറ്റ്. അത് പരമാവധി ലീസ്റ്റ് ആയിരിക്കണം, കുറവായിരിക്കണം, എന്നാലാണ് ആ വാഹനത്തിന് സ്റ്റെബിലിറ്റി ഉണ്ടാവുക. സ്പ്രങ് വെയിറ്റ് കൂടിയാലും അൺസ്പ്രങ് വെയിറ്റ് കുറഞ്ഞിരിക്കണം. അപ്പോൾ നമ്മൾ വീലിൻ്റെ വെയിറ്റ് എന്ത് ചെയ്യണം, കുറവായിരിക്കണം. നമ്മൾ ഇത്ര ലോഡ് താങ്ങണം എന്നൊക്കെ വിചാരിച്ചിട്ട് വലിയ വണ്ണുള്ള വീലൊന്നും വെച്ചിട്ട് വളരെ വെയിറ്റ് കൂടിയ മെറ്റൽ കൊണ്ടൊന്നും വീലുണ്ടാക്കാൻ പാടില്ല. അത് തന്നെയാണ് നമ്മൾ ഈ മോഡേൺ ആയിട്ടുള്ള അലോയ് വീൽസിൻ്റെ പ്രത്യേകത, അല്ലേ? സ്ട്രെങ്ത് ഉണ്ടാവും, എന്നാലോ ലൈറ്റ് ഇൻ വെയിറ്റ് ആണ് അലോയ് വീലുകൾ. അതുകൊണ്ടാണ് ഇപ്പോൾ അങ്ങനത്തെ ഒരു
ഇതിലേക്കാണ് നമ്മൾ ഇൻവെൻഷൻസ് പോകുന്നത്, കണ്ടുപിടിച്ചത്. പരമാവധി വെയിറ്റ് കുറച്ചിട്ട് സ്ട്രെങ്ത് കൂട്ടുന്ന രീതിയിലുള്ള ഇതാണ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണ്? ഇറ്റ് ഷുഡ് ബി ലൈറ്റസ്റ്റ് പോസിബിൾ. നമ്മൾ വാഹനത്തിൻ്റെ വീൽ എന്ന് പറയുന്നത് പരമാവധി കനം കുറഞ്ഞതായിരിക്കണം. എന്നാലോ ഈ ഒരു പറഞ്ഞ സ്ട്രെങ്ത്തും കാര്യങ്ങളൊക്കെ വേണം. അതിന് കോമ്പൻസേറ്റ് ചെയ്യാൻ കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. അതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യണം? പരമാവധി വെയിറ്റ് കുറക്കും വേണം. കാരണം എന്ത് ചെയ്യണം? അൺസ്പ്രങ് വെയിറ്റ് ലീസ്റ്റ് അല്ലെങ്കിൽ കുറവാകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നാലാണ് ആ വണ്ടിക്ക് സ്റ്റെബിലിറ്റി മാക്സിമം കിട്ടുന്നത്. ഇനി ഇറ്റ് ഷുഡ് ബി പോസിബിൾ ടു റിമൂവ് ഓർ മൗണ്ട് ദ വീൽ ഈസിലി. വീല് പെട്ടെന്ന് മൗണ്ട് ചെയ്യാനും ഡീമൗണ്ട് ചെയ്യാനും കഴിയണം. ഊരിയെടുക്കാനും ഇടാനും വീല് വളരെ എളുപ്പമായിരിക്കണം. അതാണ് അടുത്ത റിക്വയർമെൻറ്റ്. ഒരു വാഹനത്തിൻ്റെ വീല് വളരെ വീൽ ആൻഡ് ടയർ എന്ന് പറയുന്നത്, ടയർ പലപ്പോഴും പങ്ക്ചറാവും അല്ലേ? അപ്പോൾ നമുക്ക് ആവശ്യമുണ്ടാകുമ്പോൾ വീല് ഊരിയെടുക്കേണ്ടി വരും. അപ്പോൾ വീല് എന്ന് പറയുന്നത് എപ്പോഴും അത് നമുക്ക് വെൽഡ് ചെയ്തൊന്നും വെക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ സിമ്പിളായിട്ട് ബോൾട്ട് ചെയ്ത് വെക്കുന്നത്. ആവശ്യത്തിന് നമുക്ക് ആവശ്യം ഉണ്ടാകുമ്പോൾ വളരെ സിമ്പിളായിട്ട് റിമൂവ് ചെയ്യാനും റീഫിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം ഈ വീല് ഡിസൈൻ ചെയ്യേണ്ടതെന്നാണ് നെക്സ്റ്റ് റിക്വയർമെൻ്റ് ആയിട്ട് നമ്മൾ പറയുന്നത്. ഇനി ലാസ്റ്റ് ആൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്, ഇറ്റ്സ് മെറ്റീരിയൽ ഷുഡ് നോട്ട് ഡിറ്റോറിയേറ്റ് വിത്ത് വെതറിങ് ആൻഡ് ഏജ്. പെട്ടെന്ന് കേട് വന്നു പോകുന്നതും വെതറിങ് എന്ന് പറഞ്ഞാൽ ഈ കാലാവസ്ഥ, നമ്മൾ നാളുകൾക്കനുസരിച്ച് മഴ അതുപോലെ വെയിൽ, ചൂട്, തണുപ്പ് ഇതൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പോൾ അതിനനുസരിച്ച് അത് താങ്ങാൻ കഴിയാത്ത ഒരു മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കാൻ പാടില്ല. ഇപ്പോൾ പഴയ വീലുകളൊക്കെ ആണെങ്കിൽ പലപ്പോഴും നിങ്ങൾ കണ്ടാവും ഡിസ്ക് വീലൊക്കെ തുരുമ്പ് പിടിക്കുന്നത് അല്ലേ? എന്നാൽ മോഡേൺ ആയിട്ടുള്ള ലൈറ്റ് അലോയ് വീൽസ് അത് തുരുമ്പും വളരെ കുറവായിരിക്കും. അപ്പോൾ പരമാവധി ഏജിങ് അതുപോലെ തന്നെ വെതറിൻ്റെ ക്ലൈമറ്റ് ചേഞ്ച് കാര്യങ്ങൾ കൊണ്ട് അതുപോലെ കാലപ്പഴക്കം കൊണ്ടൊന്നും പെട്ടെന്ന് നശിക്കുന്ന മെറ്റീരിയൽ കൊണ്ട് ഒരിക്കലും നമ്മൾ വീൽ ആൻഡ് ടയർ ഉണ്ടാക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പരമാവധി ലൈഫ് കിട്ടുന്ന വെതറിങ് ആൻഡ് ഏജിനെ തരണം ചെയ്യാൻ കഴിയുന്ന ക്ലൈമറ്റ് ചേഞ്ചുകൾ, അതുപോലെ തന്നെ ഒരുപാട് കാലപ്പഴക്കം കൊണ്ടും പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവാത്ത വസ്തുക്കളെ കൊണ്ട് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം എന്നുള്ളതാണ് അല്ലെങ്കിൽ നെക്സ്റ്റ് റിക്വയർമെൻറ്റ് ഓഫ് ദി വീൽ ആൻഡ് ടയർ ആയിട്ട് നമ്മൾ പറയുന്നത്. ഇതോടെ റിക്വയർമെൻറ്റ്സ് ഓഫ് ഓട്ടോമൊബൈൽ വീൽ ആൻഡ് ടയർ കഴിഞ്ഞു. അപ്പോൾ റിക്വയർമെൻറ്റ്സ് ഓഫ് ഓട്ടോമൊബൈൽ വീൽ ആൻഡ് ടയർ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഇറ്റ് ഷുഡ് ബി സ്ട്രോങ് ഇനഫ് ആൻഡ് കുഷനിങ് എഫക്റ്റ് പ്രൊവൈഡ് ചെയ്യാൻ കഴിയണം. സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. ഡൈനാമിക്കലി ആൻഡ് സ്റ്റാറ്റിക്കലി ബാലൻസ്ഡ് ആയിരിക്കണം. ലൈറ്റസ്റ്റ് പോസിബിൾ, അഥവാ ലൈറ്റ് ഇൻ വെയിറ്റ് ആയിരിക്കണം. ഈസിലി മൗണ്ട് ചെയ്യാനും ഡീമൗണ്ട് ചെയ്യാനും പറ്റണം. നെക്സ്റ്റ് പെട്ടെന്ന് അതുപോലെ തന്നെ കാലാവസ്ഥ, അതുപോലെ തന്നെ കാലപ്പഴക്കം, ഏജ് കൊണ്ടൊന്നും പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവാത്ത വസ്തുക്കൾ കൊണ്ടായിരിക്കണം, മെറ്റീരിയൽ കൊണ്ടായിരിക്കണം ഈ വീൽ ആൻഡ് ടയർ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത്രയാണ് റിക്വയർമെൻറ്റ്സ് ഓഫ് ഓട്ടോമൊബൈൽ വീൽ ആൻഡ് ടയർ പറയുന്നത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഡിസ്ക് വീലുകളെ കുറിച്ചാണ്. ഡിസ്ക് വീൽ മോഡേൺ ആയിട്ടുള്ള, പ്രത്യേകിച്ച് കാറുകളിൽ മാത്രമല്ല ഓട്ടോറിക്ഷകൾ, മറ്റു വാഹനങ്ങളിലൊക്കെ, ഹെവി വെഹിക്കിൾസിലായിക്കോട്ടെ, എല്ലാ വാഹനങ്ങളിലും ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന ടൈപ്പ് വീലാണ് ഡിസ്ക് വീൽ എന്ന് പറയുന്നത്. മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ആണ്, സിമ്പിളാണ്, റോബസ്റ്റ് കൺസ്ട്രക്ഷൻ ആണ്, ലോ കോസ്റ്റ് ഓഫ് മാനുഫാക്ചറിങ് ആണ്, ഈസിലി ക്ലീൻ ചെയ്യാൻ പറ്റുന്നതൊന്നാണ്.
ഇതൊക്കെയാണ് ഈ ഡിസ്ക് വീലിൻ്റെ പ്രത്യേകത. ഡിസ്ക് വീൽ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഈ അലോയ് വീൽ വരുന്നതിന് മുന്നേ നമ്മുടെ കാറുകളിലൊക്കെ സാധാരണ കണ്ടിരുന്ന പ്രസ്ഡ് സ്റ്റീൽ ഡിസ്ക് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള വീലുകളെയാണ് ഡിസ്ക് വീൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമ്മൾ നോക്കുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വീൽസ് ആണ്. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ഡിസ്ക് വീലാണ്. അപ്പോൾ ഡിസ്ക് വീലിനെ കുറിച്ചൊരു ഇൻട്രൊഡക്ഷനാണ് ഞാൻ ഇപ്പോൾ തന്നത്. ഈ ഡിസ്ക് വീലിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് നോക്കാം. പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അതർ ടൈപ്സ് ഓഫ് വീലുകൾ, വയർ സ്പോക്കഡ് വീല്, അലോയ് വീലുകളെ കുറിച്ചൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ടയറിൻ്റെ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ നമുക്ക് ഇത്രയും നേരം പറഞ്ഞത് നമുക്ക് വീൽ ആൻഡ് ടയർ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് മനസ്സിലായോ. വീൽ എന്നാണ് ഉദ്ദേശിച്ചത് ആ സ്റ്റീലിൻ്റെ ഉണ്ടാക്കിയിട്ടില്ല, മെറ്റൽ കൊണ്ട് ഉണ്ടാക്കിയിട്ടില്ല ആ ഒരു ഭാഗത്തെയാണ്, അല്ലെങ്കിൽ മൊത്തത്തിലും നമ്മൾ പലപ്പോഴും വീലെന്ന് വിളിക്കാറുണ്ട്. ഇനി കാറുകളുടെ വാഹനങ്ങളുടെ കേസിൽ വീൽ ആൻഡ് ടയർ എന്ന് പറയുമ്പോൾ അവിടെ വീൽ എന്ന് പറയുന്നത് ആ ഒരു സ്റ്റീൽ ഡിസ്ക് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ആ ലോഡ് താങ്ങുന്ന ഏരിയ, ബേസിക്കായിട്ട് നമ്മൾ ആക്സിലുമായി ഷാഫ്റ്റുമായി കണക്ട് ചെയ്യുന്ന ആ പോർഷൻ, ആ സ്ട്രക്ചറിനെയാണ് നമ്മൾ വീലെന്ന് വിളിക്കാറ്. അതിൻ്റെ മേലെ വീലിൻ്റെ റിമ്മിൽ നമ്മൾ കൊടുക്കുന്നതാണ് ടയർ. ടയറിൽ നമ്മൾ എയർ ഫില്ല് ചെയ്തിട്ട് നമ്മൾ കുഷനിങ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ടയറാണ്. അപ്പോൾ ആ വീൽ ആൻഡ് ടയർ അടങ്ങിയതാണ് നമ്മൾ വാഹനത്തിൻ്റെ വീൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം.